Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ജന്മി നാടുവാഴിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ പൊരുതി മരിച്ച കരിവള്ളൂർ രക്തസാക്ഷികളുടെ 79ാം വാർഷിക ദിനം ആചരിച്ചു. സമരസ്മരണ പുതുക്കി ചുവപ്പ് വളണ്ടിയർ മാർച്ചും ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനവും നടന്നു. രക്തസാക്ഷി നഗറിൽ പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യമാറ്റത്തിനും പുരോഗതിക്കും ജീവിക്കുവാനുള്ള അവകാശത്തിനും വേണ്ടി പോരാടിയ കരിവള്ളൂർ രക്തസാക്ഷികളുടെ 79ാമത് സ്മരണ പുതുക്കി നാട്. കുണിയൻ സമരഭൂമി കേന്ദ്രീകരിച്ച് തുടങ്ങിയ ചുവപ്പ് വളണ്ടിയർമാരുടെ മാർച്ച് ഓണക്കുന്ന് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെത്തി. അവിടെ നിന്ന് ബഹുജന മാർച്ചോടെ രക്തസാക്ഷി നഗറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇതിഹാസ തുല്യമായ ചരിത്രം രചിച്ച കരിവള്ളൂർ രക്തസാക്ഷികളുടെ കരിവള്ളൂർ സമര പോരാട്ടങ്ങളുടെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 79ാമത് വർഷം നമ്മൾ ഒരു ജനതയാകെ ആചരിക്കുമ്പോഴും ഇങ്ങനെയുള്ള ഒരു പോരാട്ടം എന്താണ് നാടിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട. ചടങ്ങിൽ K. നാരായണൻ അധ്യക്ഷനായി. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ചന്ദ്രൻ, TA മധുസൂദനൻ MLA, C. കൃഷ്ണൻ, KV ബാബു, അഡ്വക്കേറ്റ് P. സന്തോഷ്, KP ജ്യോതി, സരിൻ ശശി, V. നാരായണൻ, M. രാഘവൻ, P. രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മലയാള സിനിമയിൽ സൂപ്പർ ഹിറ്റുകളുടെ വിജയരഥം പായിച്ച നടനും സംവിധായകനുമായ ശ്രീനിവാസൻ വിടവാങ്ങി. മലയാളികളുടെ നിത്യജീവിതത്തിലെ ദാസനും വിജയനും വിശ്വനാഥനും തളത്തിൽ ദിനേശനുമെല്ലാം ഇനി ഓർമ്മകളിൽ മാത്രം. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അദ്ദേഹം വിട്ടുപോകുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും ദീപ്തമായ ഒരു കാലഘട്ടത്തിനാണ് തിരശ്ശീല വീഴുന്നത്. മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ തിരക്കഥ കൊണ്ടും അഭിനയം കൊണ്ടും ഒരുപോലെ വിസ്മയിപ്പിച്ച പ്രതിഭകൾ ചുരുക്കമാണ്. ആ നിരയിൽ മുൻപന്തിയിലുണ്ട് ശ്രീനിവാസൻ. പച്ചയായ മനുഷ്യരുടെ ആകുലതകളും മധ്യവർഗത്തിൻ്റെ ജീവിതശൈലിയും ഹാസ്യത്തിൻ്റെ മേമ്പടിയോടെ വെള്ളിത്തിരയിലെത്തിച്ച അദ്ദേഹം മലയാളിയുടെ സിനിമാ കാഴ്ചകളെ മാറ്റിമറിച്ചു. മലയാളികൾ ഇന്നും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മികച്ച സത്യനന്ദിക്കാട്, പ്രിയദർശൻ ചിത്രങ്ങളുടെ പിന്നിലെ ബുദ്ധി ശ്രീനിവാസൻ്റേതായിരുന്നു. സമൂഹത്തിലെ കപടനാട്യങ്ങളെയും രാഷ്ട്രീയ ജീർണതകളെയും അദ്ദേഹം തൻ്റെ തൂലിക കൊണ്ട് വിചാരണ ചെയ്തു. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ഒരു ശ്രീനി സ്പർശം തന്നെ ഉണ്ടായിരുന്നു. സന്ദേശം, നാടോടിക്കാറ്റ്, വരവേൽപ്പ്, വെള്ളാനകളുടെ നാട്, തലയണമന്ത്രം, മിഥുനം തുടങ്ങിയവയൊക്കെ ശ്രീനിയുടെ അനശ്വര തിരക്കഥകളായിരുന്നു.
ഗൗരവമേറിയ വിഷയങ്ങൾ പോലും സാധാരണക്കാരന് മനസ്സിലാകുന്ന ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കാനുള്ള കഴിവായിരുന്നു ശ്രീനിവാസന്റെ സവിശേഷത. സൗന്ദര്യമില്ലായ്മയുടെ പേരിൽ സിനിമയിൽ അവസരം നിഷേധിച്ച പ്രശസ്ത സംവിധായകനോട് പ്രേംനസീറിന്റെ വേലക്കാരനാവാൻ പ്രേംനസീറിനെ പോലെ സുന്ദരനാകണമോ എന്ന മറുചോദ്യം ഉയർത്തിയ ശ്രീനിവാസൻ നായകനാകാൻ സുന്ദരമായ മുഖമോ 6 അടി ഉയരമോ വേണമെന്ന മുൻവിധികളെ തകർത്തെറിഞ്ഞു. അദ്ദേഹം എഴുതിയ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം തന്നെ ജീവൻ നൽകിയപ്പോൾ അത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കോമ്പുകൾക്ക് വഴിയൊരുക്കി. പ്രത്യേകിച്ച് മോഹൻലാൽ ശ്രീനിവാസൻ ജോഡികൾ. നാടോടിക്കാറ്റിലെ ദാസനും വിജയനും സൃഷ്ടിച്ച തരംഗം ഇന്നും അവസാനിച്ചിട്ടില്ല. മലയാള സിനിമയിൽ ശ്രീനിവാസന്റെ ശൈലി അനുകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. കൈപ്പുള്ള സത്യങ്ങളെ ചിരിയുടെ തേൻപുരട്ടി നൽകുന്ന അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നും പുതിയ തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കേരളത്തിലെ ഏക സ്ത്രീ തെയ്യമായ ദേവകൂത്ത് കാണാൻ ഭക്തജനത്തിരക്ക്. മാട്ടൂൽ തെക്കുംപാട് കൂലോം തായക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഉത്തര കേരളത്തിലെ ഏക സ്ത്രീ തെയ്യമായ ദേവകൂത്ത് കെട്ടിയാടിയത്. സ്ത്രീ തന്നെ ദേവതയായി മാറുന്ന അപൂർവ കാഴ്ചയാണ് ദേവകൂത്ത്. മാടായിലെ MP അംബുജാക്ഷി അമ്മയാണ് ഇത്തവണയും ദേവകൂത്ത് കെട്ടിയാടിയത്. 41 ദിവസത്തെ നീണ്ട വ്രതാനുഷ്ഠാനത്തിനൊടുവിലാണ് സ്ത്രീ തെയ്യം അരങ്ങിലെത്തിയത്. ഒരു കാലത്ത് പൂങ്കാവനമായിരുന്ന തെക്കുംപാട് ദ്വീപിലേക്ക് ദേവലോകത്തു നിന്നും പൂപ്പറിക്കാനായി ദേവസ്ത്രീകളെത്തി. അതിലൊരാൾ ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയെന്നും ശേഷം നാരദന്റെ സഹായത്തോടെ ദേവസ്ത്രീയെ തിരിച്ച് ദേവലോകത്തേക്ക് കൊണ്ടുപോയെന്നുമാണ് ഐതിഹ്യം. ദേവീസങ്കല്പത്തിനായി പ്രത്യേക പ്രതിഷ്ഠയൊന്നും ഈ ക്ഷേത്രത്തിലില്ല. മുൻപ് 2 വർഷത്തിലൊരിക്കലാണ് ദേവകൂത്ത് കൊണ്ടാടിയതെങ്കിൽ ഇപ്പോൾ എല്ലാ വർഷവും കെട്ടിയാടാറുണ്ട്. ഇത്തവണയും നിരവധി പേരാണ് ദേവകൂത്ത് കാണാനായി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. കളിയാട്ട മഹോത്സവം ഡിസംബർ 23 സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 13 സംവത്സരങ്ങൾക്ക് ശേഷം പഴയങ്ങാടി അതിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിനൊരുങ്ങി. ഇതിന്റെ ഭാഗമായുള്ള നിലംപണി അടിയന്തരം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. നിരവധി പേർ പങ്കെടുത്തു. 13 സംവത്സരങ്ങൾക്ക് ശേഷമാണ് പഴയങ്ങാടി അതിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത്. 2026 ജനുവരി 30 മുതൽ ഫെബ്രുവരി 2 വരെയാണ് പെരുങ്കളിയാട്ടം. ഇതിനു മുന്നോടിയായി നിലംപണി അടിയന്തരം ചടങ്ങ് നടന്നു. ക്ഷേത്രത്തിന്റെ കന്നിമൂലയിലെ കൈലാസക്കല്ലിന് സമീപത്ത് പ്രത്യേകം ശുദ്ധി വരുത്തിയ സ്ഥലത്ത് മഞ്ഞൾ കുറിയിട്ട് കിളച്ച് നിലം തല്ലിയുറപ്പിച്ച് ചാണകം മെഴുകിയാണ് ചടങ്ങ് നടത്തിയത്. കോയ്മമാരും ആചാര്യസ്ഥാനികരും കാരണവന്മാരും ബാല്യക്കാരും ഭക്തജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മൾ കളിയാട്ടം ഏൽപ്പിക്കൽ എന്ന പ്രധാന ചടങ്ങിന് ശേഷം നടക്കുന്ന ഇന്നത്തെ നിലംപണി അടിയന്തരം സവിശേഷാൽ പ്രധാനപ്പെട്ട തമ്പുരാട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും തമ്പുരാട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ടതുമായൊരു ചടങ്ങാണ് നിലംപണി അടിയന്തരം. കളിയാട്ട ഭൂമി വൃത്തിയാക്കുകയും കളിയാട്ട ഭൂമിയിൽ ആവശ്യമായ എല്ലാ പ്രവൃത്തികളും ചെയ്തു വരേണ്ടതും ഇന്നു മുതലാണ്. പക്ഷേ അതിനുവേണ്ടി കാത്തിരുന്നില്ല. ഞങ്ങൾ നേരത്തെ തന്നെ കുറേ പ്രവൃത്തികളൊക്കെ ചെയ്തിരുന്നു. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിനു വേണ്ടി വട്ടയടുപ്പുകളുടെയും നാലിലപ്പന്തലിന്റെയും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പിലാത്തറയിൽ ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് കടയ്ക്ക് തീപിടിച്ചു. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. ഫയർഫോഴ്സ് എത്തി തീയണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. പിലാത്തറയിൽ ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് കടയ്ക്ക് തീപിടിച്ചു. വെള്ളിയാഴ്ച രാത്രി 10:30ഓടെയാണ് തീപിടുത്തമുണ്ടായത്.
ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. പിലാത്തറയിൽ മാതമംഗലം റോഡിലെ സിംഗപ്പൂർ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന അമേയ ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. പയ്യന്നൂരിൽ നിന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ തോമസ് ഡാനിയൽ, സീനിയർ ഓഫീസർ പി വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. കടയിലുണ്ടായിരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം അഗ്നിക്കിരയായി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തൊഴിലുറപ്പ് മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി പിലാത്തറയിൽ പ്രതിഷേധ പ്രകടനവും ബില്ല് കത്തിക്കലും ചെയ്തു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റുകയും ഗ്രാമീണരുടെ ജീവനാഡിയായ പദ്ധതിയുടെ ഘടന അടിമുടി മാറ്റുകയും ചെയ്യുന്ന വിവാദ ബില്ലിനെതിരെ കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഭരണഘടനാപരമായ അവകാശമായി എഴുതി ചേർത്തിട്ടുള്ള ഒരു അവകാശത്തെ അത് മാറ്റുന്നതിനുള്ള നിയമ ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച് പാർലമെന്റിനകത്ത് കൃത്യമായി ചർച്ച ചെയ്യാനോ പാർലമെന്റിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമായി ആ കാര്യം സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ ജനാധിപത്യപരമായ രീതിയിൽ ചർച്ച ചെയ്യാനോ കൂട്ടാക്കാതെ ശബ്ദ വോട്ടോടെ ഒരു ബില്ല് പാസാക്കുകയാണ് BJP ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. കാരണം BJPയോടൊപ്പം നിൽക്കുന്ന അവരുടെ മുന്നണിയിലെ പാർട്ടികൾക്കെല്ലാം, തെലുങ്ക് ദേശം ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കെല്ലാം ഈ നിയമ ഭേദഗതിക്ക് എതിരായി അഭിപ്രായമുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MV രാജീവൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KC തമ്പാൻ മാസ്റ്റർ, VV ഗോവിന്ദൻ മാസ്റ്റർ, K രമണി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച ഭക്ഷണ ഹാൾ, ഓഡിറ്റോറിയം, പാർക്കിംഗ് സെന്റർ എന്നിവ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച ഭക്ഷണ ഹാൾ, ഓഡിറ്റോറിയം, പാർക്കിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ വാടക എന്ന് പറയുന്നത് 25,000 രൂപയായിരുന്നു നമ്മൾ ഒരു ദിവസത്തേക്ക് വാടക നൽകുന്നത് വാങ്ങി. അത് 17, പിന്നീട് 17,000 നമ്മൾ നേരത്തെ ഉണ്ടായത്. 17,000 അതൊരു കുറഞ്ഞ വാടകയാണ്. പിന്നീട് നമ്മളത് 25 എന്നതിലാക്കി. ആ 25 എന്നതിലാക്കിയ സമയത്തും അത് വർദ്ധിപ്പിക്കണം. കാരണം 25,000 രൂപ ഓഡിറ്റോറിയം എവിടെ കിട്ടാനില്ല. സ്വാഭാവികമായിട്ട് കറണ്ട് ചാർജ് പോലും നമുക്ക് അടക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന നിലവാരം വന്നപ്പോഴാണ് നമ്മുടെ ആസൂത്രണ സമിതി, പഞ്ചായത്ത് കമ്മിറ്റിയിലെല്ലാം തീരുമാനിച്ച് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് K പത്മിനി അധ്യക്ഷയായി. KV സുരേഷ് ബാബു, T നാരായണൻ, KG ബിന്ദുമോൾ, P ശശിധരൻ, D പ്രമോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തന പഥത്തിൽ 100 ആണ്ട് പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ജനുവരി 1 മുതൽ 17 വരെ നടക്കുന്ന കേരളയാത്രയുടെ പ്രചരണാർത്ഥം തൃക്കരിപ്പൂർ സോണിൽ സന്ദേശയാത്ര തുടങ്ങി. വലിയപറമ്പ് മാവിലാക്കടപ്പുറം ഒരിയരയിൽ ജംഇയ്യത്തുൽ മുഅല്ലിം തൃക്കരിപ്പൂർ റേഞ്ച് പ്രസിഡന്റ് PK അബ്ദുള്ള മൗലവി പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. മൂന്നാമത് കേരള യാത്രയുടെ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് തൃക്കരിപ്പൂർ സോൺ നേതൃത്വത്തിലാണ് 2 ദിവസങ്ങളിലായി പ്രചരണ സന്ദേശയാത്ര പ്രയാണം നടത്തുന്നത്. വലിയപറമ്പ് മാവിലാക്കടപ്പുറം ഒരിയരയിൽ സന്ദേശയാത്രയുടെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിം പ്രസിഡന്റ് PK അബ്ദുള്ള മൗലവി പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. കേരള യാത്രയുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണ യാത്രയാണ് നമ്മുടെ ഈ മാവിലാക്കടപ്പുറത്ത് വെച്ചത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ പരിപാടി അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. സന്ദേശയാത്രാ നായകൻ സൈഫുള്ള തങ്ങൾ ഏറ്റുവാങ്ങി. ജലീൽ സക്കാഫി, ഇസ്മായിൽ സാദി, VC മുഹമ്മദ് ഷിബിലി അമാനി, MTP അബൂബക്കർ മൗലവി, റസാഖ് പുഴക്കര, ഇസ്മായിൽ മാവിലാടം എന്നിവർ സംസാരിച്ചു. തുടർന്ന് വലിയപറമ്പ്, തൃക്കരിപ്പൂർ, പടന്ന, ചെറുവത്തൂർ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം ആദ്യ ദിനം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ഞായറാഴ്ച രാവിലെ പിലിക്കോട് പഞ്ചായത്തിലെ ചന്തേരയിൽ നിന്നും ആരംഭിച്ച് 18 കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി വൈകുന്നേരം ഈസ്റ്റേളേരി പഞ്ചായത്തിലെ നീലംപാറയിൽ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കണ്ടംകുളങ്ങര മൂശാരിക്കോവൽ റോഡ് തട്ടാൻ വയൽത്തോട് നടപ്പാത ഉദ്ഘാടനം കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കണ്ടംകുളങ്ങര മൂശാരിക്കോവൽ റോഡ് തട്ടാൻ വയൽത്തോട് നടപ്പാത ഉദ്ഘാടനം കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുണാകരൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശോഭ, തൊഴിലുറപ്പ് AE VV രസിത, പഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വായനശാലകൾക്ക് അലമാലകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വായനശാലകൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ 5 വായനശാലകൾക്കാണ് പുസ്തകങ്ങൾ സൂക്ഷിക്കാനുള്ള അലമാരകൾ നൽകിയത്. പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് T ഗോപാലൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു വിതരണോദ്ഘാടനം നിർവഹിച്ച് താക്കോൽ കൈമാറി. പഞ്ചായത്ത് 5 വർഷം പൂർത്തിയാകുമ്പോഴും വായനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ മറ്റുള്ള പഞ്ചായത്തുകളൊന്നും വെക്കാത്ത ഒരു സമഗ്ര വായനാ യജ്ഞം എന്നൊരു പദ്ധതിക്ക് ആദ്യമായാണ് നമ്മുടെ പഞ്ചായത്ത് തുടക്കം കുറിച്ചത്. അത് വളരെ എല്ലാ വായനശാലകളും തൊട്ടുകൊണ്ട് സമഗ്രമായ ഒരു വായനയുടെ വസന്തം തന്നെ സൃഷ്ടിക്കാൻ നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ A ഷീജ, M ബാലകൃഷ്ണൻ, TV നാരായണൻ മാസ്റ്റർ, K പവിത്രൻ, A രാജൻ, വായനശാല പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ഇന്ത്യ ഗവൺമെന്റ് ടാലന്റ് റിസോഴ്സ് അവാർഡ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കി MK ആഷിൻ ഋത്തിക്. ചെറുവത്തൂർ കൊവ്വൽ AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആഷിൻ ഋത്തിക്. ഇന്ത്യ ഗവൺമെന്റ് ടാലന്റ് റിസോഴ്സ് അവാർഡ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കി ചെറുവത്തൂർ കൊവ്വൽ AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി MK ആഷിൻ ഋത്തിക്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആഷിൻ രവീന്ദ്രൻ തൃക്കരിപ്പൂരിന്റെ ശിക്ഷണത്തിൽ ചിത്രശില്പകലാ അക്കാദമിയിൽ ചിത്രശില്പകലാ പഠനത്തിന് ചേർന്നത്. ശില്പകലയിൽ ഇന്ത്യയിലെ ദേശീയ അവാർഡ് ജേതാക്കന്മാരിൽ 6 പേരിൽ ഒരാളാണ് ആഷിൻ ഋത്തിക്. നിരവധി ശില്പങ്ങൾ ചെയ്ത ആഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പം ഗാന്ധിജി, ഭിക്ഷാടനം, ആനക്കൂട്ടങ്ങൾ, പക്ഷികൾ, വഞ്ചി, അമ്മൂമ്മ, അപ്പൂപ്പൻ, സ്കൂൾ വിദ്യാർത്ഥി തുടങ്ങിയവയാണ്. ശില്പകലയിൽ റാം സുധറിനെ പോലെയാകാനാണ് ആഷിൻ ഋത്തിക്കിന്റെ ആഗ്രഹം. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. KSKTU പെരളം നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിനെതിരെയും തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചതിനെതിരെയും പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി CPIM ഏരിയ കമ്മിറ്റി അംഗം T ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. KSKTU പെരളം നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിനെതിരെയും തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചതിനെതിരെയും പ്രതിഷേധം സംഘടിപ്പിച്ചു. കേന്ദ്രം അവതരിപ്പിച്ച വിബിജി റാം ബിൽ പ്രതിഷേധ സൂചകമായി കത്തിക്കുകയും ചെയ്തു. സ്വാമിമുക്കിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി CPIM ഏരിയ കമ്മിറ്റി അംഗം T ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾ ഈ 26.5 ലക്ഷം കോടി ജനങ്ങളിൽ അതിൽ വലിയൊരു ശതമാനവും സ്ത്രീ തൊഴിലാളികളാണ്. 89% സ്ത്രീ തൊഴിലാളികളാണ് ഇന്ന് ഈ രാജ്യത്തെ തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുത്ത് ജീവിക്കുന്നവർ. അവർക്കൊരു നിത്യജീവിതത്തിന് കിട്ടുന്ന ഒരു കാശ് എന്നുള്ള നിലയിൽ ഇതിന് കിട്ടുന്ന ഒരു കൂലിയാണ് അവരുടെ കുടുംബം പോറ്റുന്നത് എന്നതുകൊണ്ട് ഈ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലേക്കാണ് നരേന്ദ്രമോദിയുടെ ഈ കുന്തമുന കടിച്ചിറക്കുന്നത്. K മധു, പാവൂർ ദാമോദരൻ, P പങ്കജാക്ഷി, KP ശ്രീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. മാത്തിൽ ആലക്കാട് കതിരകം കാർഷിക സ്മൃതി മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ മ്യൂസിയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മാത്തിൽ ആലക്കാട് കതിരകം കാർഷിക സ്മൃതി മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. നെൽവിത്തുകളുടെ വിപുലമായ ഒരു ശേഖരം തന്നെയുണ്ട് മ്യൂസിയത്തിൽ. പഴയ കാർഷിക ഉപകരണങ്ങൾ, താളിയോല ഗ്രന്ഥങ്ങൾ, കാർഷിക ചിത്രങ്ങൾ, പഴയ നാണയങ്ങൾ, നോട്ടുകൾ, അങ്ങനെ പോകുന്നു മ്യൂസിയത്തിലെ എണ്ണിയാലൊടുങ്ങാത്ത സാമഗ്രികൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ മ്യൂസിയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അധ്യക്ഷയായിട്ടുള്ള പഞ്ചായത്തിൽ പറഞ്ഞതുപോലെ മുരളി മാഷെ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടല്ല,
പക്ഷെ അതിനപ്പുറം മാഷ് കരുതി വെച്ചിട്ടുള്ള കുറേ ദർക്കൂട്ടുകളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് നാടിന് വേണ്ടി ഇവിടെ സമർപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന പഞ്ചായത്ത് 19 പഞ്ചായത്ത് ലേണിംഗ് സെൻ്ററായിട്ട് കിലേൻ്റെ ഒരു പഠന സ്കൂളായി നമ്മുടെ പഞ്ചായത്തിനെ ഉയർത്തുന്നതിന് വേണ്ടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കഴിയും. അതിൻ്റെ മുഖ്യമായിട്ട് ചുമതല വഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് മുരളി മാഷ്. ചടങ്ങിൽ കെ പത്മിനി അധ്യക്ഷയായി. കെ പി കണ്ണൻ, അഡ്വക്കേറ്റ് പി പി സിദിൻ, കെ വി സുരേഷ് ബാബു, കെ ജി ബിന്ദുമോൾ, പി ലീല, ഗംഗാധരൻ മാസ്റ്റർ, ഡി പ്രമോദ്, കെ എം മുരളീധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഏത്തക്കുലയുടെ വില കുത്തനെ ഇടിഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി. ഇതോടെ ഇല്ലാതായിരിക്കുന്നത് കർഷകരുടെ പ്രതീക്ഷകളാണ്. ഏത്തക്കുലയുടെ വില കുത്തനെ ഇടിഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി. കഴിഞ്ഞ വർഷം 1 കിലോ പച്ചക്കായക്ക് 50 മുതൽ 60 രൂപ വരെ വില ലഭിച്ചിരുന്നു. എന്നാൽ ഈ വർഷം വെറും 30 രൂപ മാത്രമാണ് കർഷകർക്ക് വിപണിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വാഴക്കുലകൾ വൻതോതിൽ മലയോരത്ത് എത്തിത്തുടങ്ങിയതോടെയാണ് വിപണിയിൽ വില കുത്തനെ ഇടിയാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ വർഷം ഏത്തക്കുലയ്ക്ക് നല്ല വില ലഭിച്ചതിനാൽ ഇത്തവണ ഒട്ടേറെ കർഷകർ പുതുതായി വാഴകൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ വില കുത്തനെ ഇടിഞ്ഞതോടെ കർഷകരുടെ പ്രതീക്ഷകളാണ് ഇല്ലാതായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജനതാ ഷോപ്പി കരിവള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജനതാ ഷോപ്പി കരിവള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പരിസരത്താണ് ഷോപ്പി. CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് ഷോപ്പിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഏൽപ്പിക്കാനിടയായിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് MLAയുടെ അഭാവത്തിൽ ഈ ഷോപ്പിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയതായി അറിയിക്കുന്നു. ഇവിടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രമാഷും ജനതയുടെ പ്രസിഡന്റ് ശ്രീ കുഞ്ഞിക്കണ്ണേട്ടനും സൂചിപ്പിച്ചിട്ടുണ്ട്. ചായയും ചെറുകടികളും, ജനതയുടെ നെയ്യ്, ഐസ്ക്രീം തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭിക്കും. ചടങ്ങിൽ AV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ, M രാഘവൻ, TV നാരായണൻ മാസ്റ്റർ, T ശ്രീജിത്ത്, K ദിനേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ PES വിദ്യാലയ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ 36ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ P സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ PES വിദ്യാലയ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ 36ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ P സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. KK സുരേഷ് കുമാർ, പ്രിൻസിപ്പൽ സീമ R, പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ജോൺ ജോസഫ് തയ്യിൽ, PTA പ്രസിഡന്റ് മിഥുലാജി, KK സുരേഷ് കുമാർ, കൃഷ്ണ പ്രദീപ്, മുഹമ്മദ് റസീൻ ബജൂരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ട്രഷറർ ജനാർദ്ദനൻ E സമ്മാനദാനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. NREG കരിവള്ളൂർ പേരളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ KSKTU ജില്ലാ കമ്മിറ്റി അംഗം M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. NREG കരിവള്ളൂർ പേരളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയതിനും പദ്ധതിയുടെ അടിസ്ഥാന ഘടന തന്നെ മാറ്റിമറിക്കുന്നതുമായ VBG റാം ബിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയതിൽ പ്രതിഷേധിച്ചുമായിരുന്നു ധർണ. KSKTU ജില്ലാ കമ്മിറ്റി അംഗം M രാഘവൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള
140 എംപിമാരെ സമ്മേളിക്കുന്ന സഭയാണ് പാർലമെന്റ്. ആ പാർലമെന്റിനകത്താണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2004 ഒന്നാം UPA ഗവൺമെന്റിന് ഭൂരിപക്ഷമില്ലാത്ത സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണ അനിവാര്യമായിരുന്നു. അപ്പോഴാണ് ഇടതുപക്ഷത്തെ സമീപിച്ചത് കോൺഗ്രസ്, അന്നത്തെ UPA നേതൃത്വം. അപ്പോ അന്നത്തെ CPIMന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സുർജിത്ത് പറഞ്ഞുള്ള ഒറ്റൊരു കാര്യമാണ്, ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തരാം, നിങ്ങൾ എന്ത് ഞങ്ങൾക്ക് തരുമെന്നാണ് ചോദിച്ചത്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 4 എംപിമാരെ വേണമെന്നോ 4 മന്ത്രിമാരെ വേണമെന്നല്ല പറഞ്ഞത്. ഇന്ത്യ രാജ്യത്തിനകത്തെ കോടിക്കണക്കിന് ജനങ്ങൾ പട്ടിണിക്കാരാണ്. ചടങ്ങിൽ C. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. അപ്യാൽ രാഘവൻ, M. പ്രസന്ന, ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ദേശീയ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പിനൊരുങ്ങി തൃക്കരിപ്പൂർ. ഡിസംബർ 22 മുതൽ 26 വരെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന കാർഷിക മേളയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 ദിവസങ്ങളിലായി കളിയാവേശം പകരുന്ന ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പിൽ 20 സംസ്ഥാനങ്ങളിൽ നിന്ന് 300-ൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കും. കളി നിയന്ത്രിക്കുന്നതിനായി 50-ൽ പരം ഒഫീഷ്യൽസ് പങ്കെടുക്കും. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തൊരുക്കിയ 4 കളിക്കളങ്ങളിൽ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6:30 വരെ 5 ദിവസങ്ങളിലായി ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ നടക്കും. വ്യത്യസ്ത ഇനങ്ങളിൽ ലീഗ് കം നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ് ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ നടക്കുക. ഡിസംബർ 22 വൈകുന്നേരം 4 മണിക്ക് M. രാജഗോപാലൻ MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം M. മുഹമ്മദ് റാഫി മുഖ്യാതിഥിയായിരിക്കും. ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് രാജീവ് ശർമ്മ ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. 26 രാവിലെ 11 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം രാജ്മോഹൻ MP ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനം നിർവഹിക്കും. സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരിക്കും. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം M. സുരേഷ് ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ VK ബാവ, മടിയൻ രവി മാസ്റ്റർ, KV ഗോപാലൻ, KV ബിജു മാസ്റ്റർ, ശ്യാമസ്വാമിനാഥൻ, K. ശശി, KV രാഘവൻ മാസ്റ്റർ, രഞ്ജു സക്കറിയ, K. സജിത് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ദൃശ്യ പയ്യന്നൂരിന്റെ ഈ വർഷത്തെ പരിപാടികൾ 2025 ഡിസംബർ 22 പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന ഗാന്ധി നാടകത്തോടെ ആരംഭിക്കും. വൈകുന്നേരം 6:30 പയ്യന്നൂർ MLA TI മധുസൂദനൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 22 മുതൽ നടക്കുന്ന നാടകോത്സവത്തിൽ ആദ്യ ദിനം പത്തനാപുരം ഗാന്ധി ഭവൻ തിയേറ്റർ ഇന്ത്യ അവതരിപ്പിക്കുന്ന ഗാന്ധി അരങ്ങേറും. കണ്ണൂർ ജില്ലയിൽ ഗാന്ധി നാടകത്തിന്റെ ആദ്യ അവതരണമാണ് പയ്യന്നൂരിൽ നടക്കുന്നത്. തുടർന്നുള്ള ദിനങ്ങളിൽ മലപ്പുറം ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്ററിന്റെ ക്ലാവർ റാണി, മാർത്താണ്ഡന്റെ സ്വപ്നങ്ങൾ, 100% സിന്ദാബാദ് എന്നീ നാടകങ്ങളും അരങ്ങേറും. ദൃശ്യയുടെ ഈ വർഷത്തെ രണ്ടാമത്തെ പരിപാടി മ്യൂസിക് ധമാക്ക 26 2026 ജനുവരി 8 വ്യാഴാഴ്ച പയ്യന്നൂർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രശസ്ത സിനിമാ പിന്നണി ഗായകരായ ചിത്ര അയ്യർ, അൻവർ സാദത്ത്, സുനിൽകുമാർ കോഴിക്കോട് എന്നിവരോടൊപ്പം ഫ്ലവേഴ്സ് TV ഫൈനലിസ്റ്റ് ദേവനന്ദ, ഫ്ലവേഴ്സ് TV ബെസ്റ്റ് പെർഫോമർ റിച്ചുകുട്ടൻ, അമൃത സൂപ്പർ ട്രൂപ്പ് ഫെയിം സലീഷ് ശ്യാം, ഏഷ്യാനെറ്റ് മ്യൂസിക് ലൈവ് ഫെയിം മേഘ്നാലാൽ എന്നിവർ അണിനിരക്കും. വാർത്താ സമ്മേളനത്തിൽ സന്തോഷ് കുമാർ VP, K. കമലാക്ഷൻ, ശശിധരൻ കാട്ടൂർ, K. ശിവകുമാർ, അഡ്വക്കേറ്റ് KV ഗണേശൻ, RKV രാമചന്ദ്രൻ, M. ചന്ദ്രൻ, ലക്ഷ്മണൻ നായർ, CV രാജു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. VN എരിപുരം 6ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ സമ്മേളനം ഡിസംബർ 22 പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ്, മുൻ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ ബാങ്ക് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച VN എരിപുരത്തിന്റെ 6ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി KP കുഞ്ഞിക്കണ്ണൻ VN എരിപുരം സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2025 ഡിസംബർ 22 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന പരിപാടിയിൽ പയ്യന്നൂർ, തൃക്കരിപ്പൂർ, കല്യാശ്ശേരി നിയോജക മണ്ഡലങ്ങളിലെ മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF അംഗങ്ങളെയും VN എരിപുരം സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാര ജേതാവ്, പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും പൊതുപ്രവർത്തകരുമായ CP ജോണിനെയും TKM വിഷ്ണു നമ്പീശൻ സ്മാരക അധ്യാപക അവാർഡ് ജേതാവ് ശശിധരൻ മാസ്റ്ററെയും വയലാർ അവാർഡ് ജേതാവ് രേരോത്ത് മാഷ് കടന്നപ്പള്ളിയെയും അനുമോദിക്കും. പരിപാടിയുടെ ഉദ്ഘാടനം KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA നിർവഹിക്കുമെന്നും ചടങ്ങിൽ പ്രമുഖ UDF നേതാക്കൾ സംബന്ധിക്കുമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
DJ അമ്യൂസ്മെന്റ് പാലക്കാട് നടത്തുന്ന പയ്യന്നൂർ എക്സ്പോ ഡിസംബർ 23 മുതൽ പയ്യന്നൂർ പോലീസ് മൈതാനിയിൽ ആരംഭിക്കുന്നു. വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെയാണ് പ്രോഗ്രാം. DJ അമ്യൂസ്മെന്റ് പാലക്കാട് നടത്തുന്ന പയ്യന്നൂർ എക്സ്പോ ഡിസംബർ 23 മുതൽ പയ്യന്നൂർ പോലീസ് മൈതാനിയിൽ നടക്കും. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9:30 വരെയാണ് പ്രോഗ്രാം. ഡിസംബർ 23 വൈകുന്നേരം 6 മണിക്ക് TA മധുസൂദനൻ MLA എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിക്കും. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. റോബോട്ടിക് ബട്ടർഫ്ലൈ, പാർക്കിൽ പറന്നു നടക്കുന്ന കിളികൾ, ഒട്ടനവധി സ്റ്റാളുകൾ, വീട്ടിലേക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ, ഫുഡ് കോർട്ട്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്ക്, ദിവസേന വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ബെന്നി VS, രഘുനാഥ് മുഴുപ്പിലങ്ങാട്, അനിൽ ചിത്രാഞ്ജലി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.